3 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് സമാദരമൊരുക്കി സഹപ്രവർത്തകർ. അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലാണ് സ്നേഹോഷ്മളമായ പരിപാടി നടന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പോലീസ് സേനയിലെ 32 വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം അമ്പലത്തറ സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ ബാബു തോമസ് ആണ് സഹപ്രവർത്തകരുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയത്. സ്നേഹോഷ്മളമായ നിമിഷങ്ങളുമായി ക്ഷേത്രാങ്കണത്തിൽ നടന്ന പരിപാടി ബേക്കൽ DYSP VV മനോജ് ഉദ്ഘാടനം ചെയ്തു. ബാബു തോമസിനുള്ള ഉപഹാര സമർപ്പണവും DYSP നിർവഹിച്ചു. നമ്മുടെ ഈ പോലീസ് സ്റ്റേഷന്റെ ഒരു ഭാഗമായി നിൽക്കുകയും നമ്മുടെ ഈ പോലീസ് സ്റ്റേഷന്റെ എല്ലാ ഫംഗ്ഷനിലും എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായി നിൽക്കുകയും പെട്ടെന്ന് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് വിട്ടു പോവുക എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ബാബു തോമസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ബാബു തോമസിന്റെ ഫാമിലിനെ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. വളരെ സ്വസ്ഥമായ ശാന്തമായ ഒരു കുടുംബമാണ്. യാതൊരു വിഷയവുമില്ല. വളരെ സമാധാനമായിട്ട് വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന ഒരവസ്ഥ തന്നെയാണ് ബാബു തോമസിനുള്ളത്. ചടങ്ങിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ T ദാമോദരൻ അധ്യക്ഷനായി. വെള്ളരിക്കുണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ TK മുകുന്ദൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് MB ശ്രീദാസ്, കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MP സുരേഷ്, പ്രസിഡന്റ് രാജ്കുമാർ ബാവിക്കര, അമ്പലത്തറ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ K ലതീഷ് എന്നിവർ ആശംസകൾ നേർന്നു. ബാബു തോമസ് മറുപടി പ്രസംഗം നടത്തി. ഒരു 3-4 വർഷം കൃഷിപ്പണികളൊക്കെ ചെയ്ത് എനിക്ക് തന്നെ അതുമായിട്ട് ഞാൻ ഫ്ലെക്സിബിളായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസിലേക്ക് പോകുന്നത്. കോളേജിൽ പഠിച്ച കാലത്ത് അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചുകൊണ്ട് സാധാരണ എന്നുള്ള എല്ലാ തോന്നിവാസവും കഴിച്ചുകൊണ്ട് മര്യാദയ്ക്ക് സമയത്ത് വീട്ടിൽ പോയില്ല, രാത്രിക്ക് മര്യാദയ്ക്ക് കിടന്നുറങ്ങിയില്ല, അത്യാവശ്യം സ്മോക്കിങ്ങും ഡ്രിങ്ക്സ് കഴിക്കും, അറിയാത്ത സ്ത്രീകളൊന്നുമില്ല. അങ്ങനെ പോലീസിന് 1993 ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ അന്നത്തെ കാലത്ത് നമ്മളെ രാജപുരം പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. അന്നത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ അന്നത്തെ പോലീസുകാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റോൾ മോഡലായിട്ട് തോന്നും. അന്ന് ഒരു ഉത്തമ സാധനം ഭയങ്കര മീശയൊക്കെ വെച്ച് കൊടൈക്കാൻ ടൗണിൽ കൂടെ വരുമ്പോൾ സിഗരറ്റൊക്കെ വലിച്ചു വരുന്നു. എനിക്കും പോലീസ് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു, എനിക്കും ഇതുപോലെ തന്നെ സിഗരറ്റൊക്കെ വലിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ദാതയായിട്ട് കളിക്കാൻ പറ്റിയ മേഖലയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റും ഒക്കെ ആയിട്ടാണ് അന്ന് KP കോടതിയിലേക്ക് പോകുന്നത്. KPA ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV പ്രമോദ് സ്വാഗതവും സ്റ്റേഷൻ റൈറ്റർ M മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.